ഹായ് ഗൈസ്, ഇന്ന് ഞായറാഴ്ച രണ്ട് കുട്ടികളെ കാണാൻ വേണ്ടി നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോവാണ്. നാട്ടിലെ മെയിനെ മുന്നിലിരുത്താതെ പിന്നിലിരുത്തതിന്റെ ഈറയിലാണ് മൂപ്പര്. എവിടേക്കെങ്കിലും ഇറങ്ങിയ വിശക്കണ ഒരു അസുഖം ഉണ്ടാവുമല്ലോ. നമ്മളങ്ങനെ ഉച്ചക്ക് തിന്നാൻ കയറിയത് പെരിന്തമണ്ണല്ല ഹാജി ഇബ്രാഹിമിക്ക്. നമ്മൾ അവിടുന്ന് ആദ്യം കുടിച്ച അവിടുത്തെ റോളക്സ് ഷേക്ക് ഒന്നും പറയാല്ല, അടിപൊളിയാണ് കേട്ടോ. നാട്ടിലെ മെയിനൊക്കെ നല്ലോണം പറ്റിക്കണം. പിന്നെ ഇവിടെ നിന്ന് ഓരോ ഫുൾ മീറ്റ് ഷവർമ ഒറ്റ കടയിൽ ഫുള്ള് കിട്ടൂല, അത്യാവശ്യത്തിന് സൈസ് ഉണ്ട്. ഹാജി ഇബ്രാഹിമിലെ ഷവർമനെ പറ്റിയിട്ടൊന്നും ഞാൻ പ്രത്യേക എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓരോ നോർമൽ ഷവർമ ആ ബ്രാൻഡിന്റെ ക്വാളിറ്റി ആകുമ്പോൾ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴേലും വിട്ടാനെ ഒന്നും വന്ന് തിന്നോക്കി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓരോ തഹിനി ഷവർമ തഹിനി പേസ്റ്റ് ഒക്കെ ഇട്ടുകാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റാണ്. കേരളത്തിലെ ഷവർമേര് ഇവർ മാത്രമുള്ളൂ ഇങ്ങനെ ചെയ്യണേ. ഇവർക്ക് നല്ലോണം പറ്റിക്കണം. നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടാവും ഹാജി ഇബ്രാഹിമിൽ വെറും ഷവർമ മാത്രമുള്ളൂ. എന്താണ് മാറ്റി തരാം. ഇതാണ് ബീഫ് കീമ റൈസും ചിക്കൻ കീമ റൈസും. ഇത് ചിക്കൻ റോസ്റ്റഡ് കീമയും ബീഫ് റോസ്റ്റഡ് കീമയും കൂട്ടി പിടിച്ചാൽ മടക്ക് റൊട്ടി. ബീഫ് കീമൊക്കെ വേറെ ലെവലാട്ടോ, ഒന്നും പറയാം. ഓരോ പീച്ച് ഐസ് ടീയും ഓരോ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനർജി ഡ്രിങ്കും കുടിച്ച് ഞങ്ങൾ പോകുന്നു. നാട്ടിലെ മെയിൻ ആണ് ഈ ഇരിക്കുന്നത്. പക്ഷെ പെണ്ണുങ്ങൾ പമ്പേഴ്സ് വാങ്ങാൻ പറഞ്ഞിട്ട് പമ്പേഴ്സ് ഇട്ടാത്തതിന്റെ ടെൻഷനിലാണ് മൂപ്പര്. കോഴിക്കോടാണ് എത്തിയപ്പോ കുട്ടികളെ കൊണ്ട് 5 കളിയായി വന്നത് മുതലായി. അവിടുന്ന് കുറച്ച് ഉപ്പിലിട്ടൊക്കെ തിന്നിട്ട് ഞങ്ങൾ വായ നോക്കാറുണ്ട്. ഇതാണ് റമീസ് മോട്ടേഴ്സ്. ആരെങ്കിലും